ഭൂട്ടാനിലെ കാറുകടത്തിൽ രാജ്യത്ത് 17 ഇടങ്ങളിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്ന വാർത്ത വരുന്നു. ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിതാഭ് ചക്കാലക്കൽ എന്ന സിനിമാ താരങ്ങളുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നത്. വാഹന ഡീലേഴ്സിന്റെ വീടുകളിലും ഇഡിയുടെ പരിശോധന നടക്കുകയാണ്. ദുൽഖർ ഉൾപ്പെടെയുള്ള ആളുകൾ ഫെമ ലംഘനം നടത്തിയെന്നാണ് ഇപ്പോൾ ഇഡിയുടെ ആരോപണം. അമിത് ചക്കാലക്കലിന്റെ വീട്ടിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഉണ്ട്. വിവിധയിടങ്ങളിൽ നമ്മുടെ പ്രതിനിധികൾ തത്സമയം ചേരുകയാണ്. ചെന്നൈയിലെ വീട്ടിൽ നിന്ന് മുഹമ്മദ് റഹീസ് തത്സമയം ചേരുന്നു. റഹീസ്, ശരിക്കും ഈ വീട്ടിലും 6 മണിക്ക് തന്നെ ഈ ഇ ഡി ഉദ്യോഗസ്ഥന്മാരെത്തിയോ? കസ്റ്റംസും ഇ ഡിയും സംയുക്തമായിട്ടാണോ ഈ അന്വേഷണം നടത്തുന്നത്? SK ഈ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയത് ഏതാണ്ട് ഒരു 7 മണിയോട് കൂടിയിട്ടാണ്. ഈ ഒരു കാറിൽ മാത്രമാണ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഒരൊറ്റ വാഹനത്തിൽ മാത്രമാണ് ഇവിടേക്ക് ഉദ്യോഗസ്ഥർ വന്നത്. ഇത് ഈ ദുൽഖർ സൽമാൻ പ്രധാനമായിട്ടും താമസിക്കുന്ന ഗ്രീൻ വേസ് റോഡ് എക്സ്റ്റൻഷനിലെ ആറേപുരം എന്ന സ്ഥലത്തെ അദ്ദേഹത്തിൻ്റെ വീടാണ്. മമ്മൂട്ടി നേരത്തെ താമസിച്ചിരുന്ന സ്ഥലമാണ്. ദുൽഖറാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഇവിടെ താമസിക്കാറുള്ളത്. മാത്രമല്ല ഈ ഒരു വേഫർ ഫിലിംസിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒക്കെയും രജിസ്ട്രേഷനൊക്കെ ഇവിടെ നടത്തിയിട്ടുള്ള ഒരു വീട് കൂടിയിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് പ്രധാനമായിട്ടും പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ചെലവഴിക്കാറുള്ളത്. അപ്പോൾ ഈ വീട്ടിലാണ് നിലവിൽ ഇപ്പോൾ ചെന്നൈയിൽ ആറേപുരത്ത് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ 2 വീടുകളാണ് പ്രധാനമായിട്ടും ദുൽഖറിനും മമ്മൂട്ടിക്കും ഒക്കെയായി ഇവിടെ ചെന്നൈയിലുള്ളത്. അതിൽ ഈ ഒരു വീട്ടിലാണ് നിലവിൽ പരിശോധന. അടുത്ത വീട്ടിലേക്ക് കൂടി പരിശോധന കടക്കും എന്നുള്ള വിവരമാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 6 മണിയോടുകൂടി ഇവിടെ ഉദ്യോഗസ്ഥരെത്തി. അതിനുശേഷം അവർ അകത്തേക്ക് പോയവരാരും ഇതുവരെ തിരികെ വന്നിട്ടില്ല. വീട്ടിലുള്ള 2 തൊഴിലാളികൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വീട്ടിൽ നിലവിലുള്ള വാഹനങ്ങളാണ്. 3 കാറുകൾ ഉള്ളിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ പലതും കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളൊക്കെ ഇതിലുണ്ട്. അങ്ങനെ 3 കാറുകൾ ഉള്ളിലുണ്ട്. അകത്ത് ചില രേഖകളൊക്കെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതെന്നാണ് നമുക്ക് ഉള്ളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം. ഈ കാറിൻ്റെ രജിസ്ട്രേഷനുമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ചില രേഖകൾ നിലവിൽ പരിശോധിച്ചു വരികയാണ്. ഇവിടെ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് പ്രധാനമായിട്ടും ഈ താരങ്ങൾ ഇവിടെ വരുമ്പോൾ ഉപയോഗിക്കാറുള്ളത്. ആ വാഹനം നിലവിൽ പുറത്താണ് കിടക്കുന്നത്. മറ്റ് 3 വാഹനങ്ങൾ വീടിനുള്ളിലുണ്ട്. മറ്റൊരു വാഹനം കൂടി ഈ വീടിൻ്റെ ബാക്ക് സൈഡിലായി ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ 3 വാഹനങ്ങളാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഈ കാറ് ചെന്നൈയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.